ഇതിനിടെ കോൺഗ്രസ് പ്രതിസന്ധി രൂക്ഷമാക്കി വയനാട് DC അധ്യക്ഷൻ ND അപ്പച്ചൻ രാജിവെച്ചു. KPCC നേതൃത്വത്തിന്റെ നിർദ്ദേശത്തെ തുടർന്നാണ് രാജി. വയനാട് DCC ട്രഷറർ NM വിജയന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് ഉയർന്ന വിവാദങ്ങൾക്ക് പിന്നാലെയാണ് DCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് ND അപ്പച്ചനെ മാറ്റണമെന്ന ആവശ്യം ഒരു വിഭാഗം നേതാക്കൾ KPCC നേതൃത്വത്തെ അറിയിച്ചത്. പക്ഷേ പെട്ടെന്ന് അങ്ങനെയൊരു മാറ്റത്തിലേക്ക് കാര്യങ്ങൾ നയിച്ചാൽ പാർട്ടിയിൽ വലിയ പൊട്ടിത്തെറി ഉണ്ടാകും, ജില്ലയിൽ അത് വലിയ വിഭാഗീയതയ്ക്ക് വഴിവെക്കുമെന്നൊരു വിലയിരുത്തലായിരുന്നു KPCC നേതൃത്വം. പക്ഷേ അതിന് പിന്നാലെ ജോസ് നെല്ലിടത്തിൻ്റെ ആത്മഹത്യ കൂടി എത്തിയതോടെയാണ് ഇനി ഗത്യന്തരമില്ല, ഇനി ഇങ്ങനെ DCC തുടരാനാകില്ല എന്നൊരു നിലപാടിലേക്ക് KPCC നേതൃത്വം എത്തിയത്. മാത്രവുമല്ല, രാഹുൽ ഗാന്ധിയും ഇപ്പോൾ പ്രിയങ്ക ഗാന്ധിയും പ്രതിനിധീകരിക്കുന്ന ലോക്സഭാ മണ്ഡലം കൂടിയാണ് വയനാട്. അങ്ങനെയൊരു സ്ഥലത്ത് കോൺഗ്രസിനുള്ളിൽ ഉണ്ടാകുന്ന ഇത്തരം പ്രശ്നങ്ങൾ ദേശീയ തലത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന തരത്തിലേക്ക് BJP ഉയർത്തിക്കാണിക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമുണ്ട്. ആ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോഴുണ്ടായിരിക്കുന്ന വിവാദങ്ങളിൽ നിന്ന് പാർട്ടിയുടെ മുഖം രക്ഷിക്കാൻ ഒരു പ്രതിരോധം തീർക്കുന്ന നടപടിയുടെ ഭാഗമായി DCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് ND അപ്പച്ചനോട് KPCC നേതൃത്വം തന്നെ രാജി ആവശ്യപ്പെട്ടത്. പ്രിയങ്ക ഗാന്ധി കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി തുടർച്ചയായി വയനാട് മണ്ഡലത്തിൽ സന്ദർശനം നടത്തിയിരുന്നു. അപ്പോൾ ND അപ്പച്ചൻ പ്രിയങ്ക ഗാന്ധിയെ നേരിൽ കാണാനും വിശദീകരണം നൽകാനും ശ്രമിച്ചിരുന്നുവെങ്കിലും അവർ അതിന് താല്പര്യപ്പെട്ടിരുന്നില്ല. അതിൽ കൃത്യമായ അതൃപ്തി അവർ നേതൃത്വത്തെ അറിയിക്കുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് ND അപ്പച്ചന്റെ നില പാർട്ടിയിൽ അധ്യക്ഷ സ്ഥാനത്ത് തുടരുന്നതിൽ കൂടുതൽ പരിങ്ങലിലായത്. നിലവിൽ ലഭിക്കുന്ന സൂചനകൾ അനുസരിച്ച് തിരുവനന്തപുരത്തിന് സമാനമായി ഒന്നുകിൽ താൽക്കാലികമായി അധ്യക്ഷനെ നിയമിക്കുക, അതല്ല എങ്കിൽ പുനഃസംഘടന പൂർത്തിയായി നടക്കുന്ന സമയത്ത് അത് വൈകാതെ തന്നെ പുനഃസംഘടന പൂർത്തിയാകുമെന്ന സൂചനകൾ പുറത്തു വരുന്നുണ്ട്. പുതിയ DCC അധ്യക്ഷൻ വയനാട്ടിലേക്കും വരട്ടെ എന്നൊരു തീരുമാനത്തിലാണ് നേതൃത്വം എന്നാണ് അറിയുന്നത്. എന്തായാലും നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട് വയനാട്ടിൽ കോൺഗ്രസ് പാർട്ടിയെ വെട്ടിലാക്കിക്കൊണ്ട് നടന്ന വലിയ രാഷ്ട്രീയ പ്രചാരണങ്ങളുണ്ടായിരുന്നു. അതിനെ മറികടക്കാൻ ND അപ്പച്ചന്റെ രാജിയിലൂടെ കഴിയുമെന്ന വിലയിരുത്തലിലാണ് KPCC നേതൃത്വവും ഹൈക്കമാൻഡും.